സംസ്ഥാനത്ത് മഴ ഭീതി ഒഴിയുന്നില്ല. കാലവർഷത്തിന് പിന്നാലെ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദത്തിന്റെ ഫലമായി അടുത്ത 5 ദിവസം കൂടി കനത്ത മഴ തുടരും. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പാണ് ഇക്കാര്യം അറിയിച്ചത്. ചൊവ്വാഴ്ച കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിതീവ്ര മഴയാണ് ഈ ജില്ലകളിൽ ഇന്നലെയും ഇന്നുമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കൂടാതെ മറ്റു ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. തൃശൂർ, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചു. ബാക്കി ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നതിനാൽ മഴ ശക്തമാകാൻ കാരണം ആകും എന്നാണ് കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിരിക്കുന്നത്. ചൊവ്വാഴ്ചയോടെ ബംഗാൾ ഉൾക്കടലിന് മുകളിലായി മറ്റൊരു ന്യൂനമർദ്ദം കൂടി രൂപപ്പെട്ടേക്കും. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം, ഇടുക്കി, പാലക്കാട് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് ഉള്ളത്. കഴിഞ്ഞ മണിക്കൂറുകളിൽ സംസ്ഥാനത്ത് ശക്തമായ മഴയാണ് പെയ്യുന്നത്. വിവിധ ജില്ലകളിൽ രാത്രിയും വൈകിയും ഇന്ന് പുലർച്ചെയുമൊക്കെ ശക്തമായ മഴയാണ് പെയ്തത്. നിർത്താതെ പെയ്യുന്ന മഴയ്ക്ക് ഇടയിലാണ് വീണ്ടും ന്യൂനമർദ്ദം രൂപപ്പെടുന്നത്. അതിശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ കണ്ണൂർ, വയനാട്, കോട്ടയം, കോഴിക്കോട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ജില്ലാ കളക്ടർമാരാണ് അവധി പ്രഖ്യാപിച്ചത്. ഈ ജില്ലകളിലെ ട്യൂഷൻ സെന്ററുകൾ അടക്കമുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമാണ് ഇന്ന് നിലവിൽ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ സ്കൂളുകൾ, അംഗനവാടികൾ, മദ്രസകൾ എന്നിവയ്ക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനിടെ ശക്തമായ മഴയുടെ പശ്ചാത്തലത്തിൽ റവന്യൂ മന്ത്രിയുടെ ഓഫീസിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം തുറന്നു. 0472251865 എന്നാണ് നമ്പർ. വൈദ്യുത അപകടങ്ങളോ അപകട സാധ്യതകളോ ശ്രദ്ധയിൽപ്പെട്ടാൽ ബന്ധപ്പെടണം. 9496010101 എന്നാണ് KSEB അറിയിക്കേണ്ട നമ്പർ. അതിനിടെ മഴക്കെടുതിയെ തുടർന്ന് സംസ്ഥാനത്ത് 14 ക്യാമ്പുകളിലായി 71 കുടുംബങ്ങളിലെ 240 പേരെ പാർപ്പിച്ചിട്ടുണ്ടെന്നും അറിയിച്ചിട്ടുണ്ട്. വയനാട് 7, കോഴിക്കോട് 3, തിരുവനന്തപുരം 2, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ 1 വീതവുമാണ് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നത്. കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ ജാഗ്രതാ മുന്നറിയിപ്പുകളും നിലവിലുണ്ട്. സംസ്ഥാനത്ത് ഇതുവരെ മഴയിൽ 29 വീടുകൾ പൂർണ്ണമായും 868 വീടുകൾ ഭാഗികമായും തകർന്നു. കാലവർഷക്കെടുതിയിൽ സംസ്ഥാനത്ത് 5 പേരാണ് മരിച്ചത്. ആലപ്പുഴയിലും എറണാകുളത്തും 2 പേർ വീതവും കൊല്ലത്തും ഒരാളും മരിച്ചിട്ടുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിൽ മഴ ശക്തിയായി തുടരുകയാണെങ്കിൽ കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ജാഗ്രത പാലിക്കണം എന്നാണ് അധികൃതർ ജനങ്ങൾക്ക് നൽകുന്ന മറ്റൊരു സന്ദേശം. 24 മണിക്കൂറിൽ 204.4 മില്ലിമീറ്റർ കൂടുതൽ മഴ ലഭിക്കുമെന്നാണ് അതിതീവ്ര മഴ എന്നതുകൊണ്ട് കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത്. 3 ജില്ലകളിലാണ് ഈ മുന്നറിയിപ്പ് നിലനിൽക്കുന്നത്. അടുത്ത 3 മണിക്കൂറിൽ പ്രതീക്ഷിക്കാവുന്നത് ഏറ്റവും പുതിയ റഡാർ ചിത്രപ്രകാരം കേരളത്തിലെ കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ റെഡ് അലേർട്ടും അടുത്ത 3 മണിക്കൂറിൽ മാത്രം ഉള്ളതാണ്. ജില്ലകളിൽ അടുത്ത 3 മണിക്കൂറിൽ ഇടിമിന്നലോട് കൂടിയ ഇടത്തരം ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ആഘാതങ്ങൾ പ്രധാന റോഡുകളിലെ വെള്ളക്കെട്ട്, വാഹനങ്ങളിലെ കാഴ്ച മങ്ങൽ എന്നിവയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഗതാഗത കുരുക്ക് ഉണ്ടാകാം. താഴ്ന്ന പ്രദേശങ്ങളിലും നദീതീരങ്ങളിലും വെള്ളക്കെട്ട്, വെള്ളപ്പൊക്കം എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. മരങ്ങൾ കടപുഴക്കി വീണാൽ വൈദ്യുത തടസ്സം, അപകടം എന്നിവയ്ക്ക് നയിച്ചേക്കാം. വീടുകൾക്കും കുടിലുകൾക്കും ഭാഗിക കേടുപാടുകൾക്കുള്ള സാധ്യതയുണ്ട്. ഉരുൾപൊട്ടലിന്റെ, മണ്ണിടിച്ചിലിന്റെയും സാധ്യതയും കാണുന്നുണ്ട്. മഴ മനുഷ്യരെയും കന്നുകാലികളെയും പ്രതികൂലമായി ബാധിക്കാനും തീരപ്രദേശത്തെ സുരക്ഷിതമല്ലാത്ത ഘടകങ്ങൾക്കും നാശമുണ്ടാക്കാനും സാധ്യതയുണ്ട്. നിർദ്ദേശങ്ങൾ: ഗതാഗതം കാര്യക്ഷമമായി നിയന്ത്രിക്കുക, അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കി ആളുകൾ സുരക്ഷിത മേഖലകളിൽ തുടരുക, ഉയർന്ന തിരമാല ജാഗ്രതയുമായി ബന്ധപ്പെട്ട് പുറപ്പെടുവിച്ചിരിക്കുന്ന പ്രത്യേക ജാഗ്രത കേരള തീരത്ത് 28/5/2025 രാത്രി 8:30 വരെ 3.5 മുതൽ 4.0 മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. ഇനി പറയുന്ന പ്രദേശങ്ങളിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശവും ആവശ്യമാണ്. റെഡ് അലേർട്ട് തിരുവനന്തപുരം കാപ്പിൽ മുതൽ പൊഴിയൂർ വരെയും, കൊല്ലം ആലപ്പാട് മുതൽ ഇടവ വരെയും, ആലപ്പുഴ ചെല്ലനം മുതൽ ആഴിക്കൽ ജെട്ടി വരെയും, എറണാകുളം മുനമ്പം മുതൽ മറുകാട് വരെയും, തൃശൂർ ആറ്റുപുറം മുതൽ കൊടുങ്ങല്ലൂർ വരെയും, മലപ്പുറം കടലുണ്ടി നഗരം മുതൽ
പാലപ്പെട്ടി വരെയും കോഴിക്കോട് ചോമ്പാല മുതൽ രാമനാട്ടുകര വരെയും കണ്ണൂർ വളപട്ടണം മുതൽ ന്യൂമാഹി വരെയും കാസർഗോഡ് കുഞ്ചത്തൂർ മുതൽ കോട്ടക്കുന്ന് വരെ കൂടാതെ കന്യാകുമാരി ജില്ലകളിലെ നീരോടി മുതൽ ആര്യങ്കാപുരം വരെയും തീരങ്ങളിൽ റെഡ് അലേർട്ടാണ്. 28/5/2025 രാത്രി 8:30 വരെ 3.5 മുതൽ 3.6 മീറ്റർ വരെ ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു.